ഇതുപോലത്തെ കരിമീൻ പാളിസറ എങ്ങനെ ഉണ്ടാക്കണം കാണിച്ചു തരാം. കസ്റ്റമർ വർക്കാണ്, അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് വീഡിയോ ആയിട്ട് വന്നത്. ഇത് കട്ടിയുള്ള ചെയിനാണ്, അപ്പോൾ കുറച്ചിങ്ങനെ ഇരിക്കും. 27 സെൻറ്റിമീറ്ററാണ് കസ്റ്റമർ പറഞ്ഞത്. കൊളുത്തും കൂടി ആഡ് ആയിട്ടാണ് 27 സെൻറ്റിമീറ്റർ ചെയിൻ വേണം. എന്നാണ് കട്ടിയുള്ള ചെയിന്. കറക്റ്റ് ലെന്തിനാണ് എടുത്തത്. പിന്നെ ഫീസ്റ്റർ വേണം. ഫീസ്റ്റർ 4mm ക്രിസ്റ്റൽ ബേസ് വേണം. 4mm അല്ലെങ്കിൽ 3mm ഉപയോഗിക്കാം. ആണ് 4mm ക്രിസ്റ്റൽ ബേസ്. പിന്നെ ഞാൻ ചെയിനിൽ കട്ടി സ്പ്രിങ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ജമ്പറിങ് ആയിട്ട്. അത് ഒരു വശം കൊടുക്കണം. പിന്നെ ഒരു കണ്ണ് വെട്ടിട്ട് രണ്ടാമത്തെ കണ്ണിൽ കൊടുക്കാനുള്ളത് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഫീസ്റ്റർ മുട്ട എടുത്തിട്ട് ചുട്ടിട്ട് ബാക്കി വരുന്ന ഫീസ്റ്റർ കണ്ടിച്ച് കളയണം. എന്നിട്ട് പ്ലെയർ കൊണ്ട് നല്ലൊരു പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കാല് കയറി തട്ടും കമ്പി. അങ്ങനെ ചുറ്റിപ്പോണം. ഇടയ്ക്ക് ഞാൻ അഴിച്ചിട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. വേറെ വീഡിയോയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഫീസ്റ്റർ കട്ട് ചെയ്യുന്നതിനാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. രണ്ട് ഒരേപോലെ പിടിച്ചിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് മൊത്തം അരൽ കൊടുക്കണം. പിന്നെ ചെയ്ത് പോവണം. 39 ബേസ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. 41 39 ആക്കി. ഇത് തെട്ട് വന്നത് ഞാൻ പറഞ്ഞു തരാം ഇവിടെ ഒക്കെ വന്നത്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ തെട്ടും കൂടി കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒക്കെ അറിയിക്കണം. മാക്സിമം എൻ്റെ വർക്കിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. 300 രൂപയാണ് വില. പോസ്റ്റൽ ചാർജും കൂടി ആവും. ഇവിടെയാണ് തെട്ട് വന്നത്. ഫസ്റ്റ് ജമ്പറിങ് ഇട്ടില്ലേ, ജമ്പറിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ണ് വിടണം. രണ്ടാമത്തെ കണ്ണ് കൊടുക്കാനുള്ളത്. പിന്നെ ഒന്ന് പിന്നെ രണ്ടാമത്തെ കണ്ണ്, രണ്ടാമത്തെ കണ്ണ്, അങ്ങനെ മുട്ട കൊടുത്ത് പോയത്. ഈ വീഡിയോ ഇത്രയല്ല. അടുത്ത വീഡിയോ പിന്നെ കാണാം. താങ്ക് യു ഫോർ മച്ച്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അടുത്ത വീഡിയോ പിന്നെ കാണാം. ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.